ഹായ് ഹലോ എവ്രി വൺ FIUGP MDC മാത്സിലെ മൊഡ്യൂൾ 2ലെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിതിൽ രണ്ട് റൂൾസ് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തേന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഉള്ള എയും ബിൻ്റെയും ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് x:y ആണ്. ഇയേഴ്സ് എഗോ, വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ റേഷ്യോ എന്തായിരുന്നു, ഏജിൻ്റെ റേഷ്യോ എന്തായിരുന്നു, p:q ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, അവരുടെ ഏജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് p/q = x - n/y - n എന്ന് പറയുന്നത്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, പക്ഷേ ഇതിൽ പറയുന്നത് ആഫ്റ്റർ ഇയേഴ്സ് എന്നാണ്. ഇയേഴ്സിന് കഴിഞ്ഞിട്ട് ശേഷം, ഇയേഴ്സിന് ശേഷമുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരും, p/q = x + n/y + n എന്ന് വരും. ഇനി ഒരു 3 ടെക്നിക്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, അതായത് T വർഷങ്ങൾക്ക് ശേഷം ഒരാളുടെ വയസ്സ് മറ്റൊരാളുടെ വയസ്സിൻ്റെ n ടൈംസും, പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ ആദ്യത്തെ ആളുടെ വയസ്സ് മറ്റൊരാളുടെ വയസ്സിൻ്റെ m ടൈംസും ആണെങ്കിൽ അവരുടെ ഏജ് കാണാനുള്ള ഇക്വേഷൻ, ഫസ്റ്റ് പേഴ്സൻ്റെ ഏജ് എന്ന് പറയുന്നത് Tm × n - 1/m - n സെക്കൻഡ് പേഴ്സൻ്റെ വരുന്നത് T × n - 1/m - n ആണ്. സെക്കൻഡ് ടെക്നിക്ക് പറയുന്നത്, അതായത് T1 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ ഏജ് മറ്റൊരാളുടെ ഏജിൻ്റെ m ടൈംസ് ആണ്. പിന്നെയോ ആഫ്റ്റർ T2 ഇയേഴ്സിന് ശേഷം ആ ആളുടെ ഏജ് മറ്റൊരാളുടെ ഏജിൻ്റെ n ടൈംസ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് പേഴ്സൻ്റെ ഏജ് എന്ന് പറയുന്നത് T2 m × n - 1 + T1 n × m - 1 ഹോൾ ഡിവൈഡഡ് ബൈ m - n സെക്കൻഡ് പേഴ്സൻ്റെ ഏജ് എന്ന് പറയുന്നത് T2 × n - 1 + T1 × m - 1 ഹോൾ ഡിവൈഡഡ് ബൈ m - n ആയിരിക്കും. തേർഡ് ടെക്നിക്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എമ്മിൻ്റെ ഏജ് എന്നിനേക്കാൾ കൂടുതലും പിന്നേക്കാൾ കുറവുമാണെങ്കിൽ, എന്നിൻ്റെയും പിൻ്റെയും ഏജിൻ്റെ സമ്മ് T ഇയേഴ്സ് ആണെങ്കിൽ n <m p, അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ ഏജ് എന്ന് പറയുന്നത് സം ഓഫ് ഏജസ് ഓഫ് n ആൻഡ് p ഡിവൈഡഡ് ബൈ 2. ഈ പറഞ്ഞ ടെക്നിക്സും റൂൾസും ഒക്കെ ശരിക്കും പഠിക്കുക. നമ്മൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് വരിക. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.